വാട്ട് യു ഡോണ്ട് സീ അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യം, നിങ്ങളെക്കുറിച്ചുള്ള കാര്യം, നിങ്ങൾ എന്താണ് അറിയാതെ പോയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ അറിയേണ്ടത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതിലേതെങ്കിലും ഒരു ഡെക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഡെക്ക് നമ്പർ 1 ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ കാർഡ്സ് ദ മൂൺ ആൻഡ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ഇത് വളരെയധികം കൺഫ്യൂഷൻ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇമോഷണലി വളരെയധികം സെൻസിറ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടായിരിക്കാം, ഡെസിഷൻ മേക്കിംഗ് സ്കിൽസ് ഇല്ലായിരിക്കാം. പക്ഷേ മനസ്സിലാക്കുക, യു ഹാവ് എ വെരി സ്റ്റേബിൾ മെൻ്റൽ ഹെൽത്ത്, അല്ലെങ്കിൽ യു ഹാവ് എ വെരി സ്റ്റേബിൾ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, സ്റ്റേബിൾ ഇമോഷൻസ് നിങ്ങൾക്ക് ഉള്ള ആളാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക, അതിനെ നിങ്ങൾ വളർത്തിയെടുക്കുക. അതല്ലാതെ എനിക്ക് ബലമില്ല, മാനസികമായിട്ട് ഞാൻ തളർന്ന ആളാണ് എന്നല്ല. അഫർമേഷൻസ് പറയേണ്ടത് യെസ് ഐ എം സ്ട്രോങ് എന്നുള്ളതാണ് പറയേണ്ടത്. ഇനി കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങൾക്കാണെങ്കിൽ വി ഗോട്ട് ദ സ്റ്റാർ കാർഡ് ആൻഡ് ദ സൺ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. യു ആർ ഗോയിങ് ത്രൂ എ ഹീലിംഗ് ഫേസ് ഫോർ സം ടൈം നൗ. ആൻഡ് ആ ഹീലിംഗ് ഫേസിലൂടെ നിങ്ങൾ ഒരുപാട് വിസ്ഡം നേടിയിട്ടുണ്ട്. ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ് ആണ് നിങ്ങളുടെ തൊട്ട് മുന്നിലാണുള്ളത്. യു ആർ ജസ്റ്റ് 1 feet away ഫ്രം യുവർ സക്സസ് എന്ന് പറയാം. നിങ്ങൾ കാരണം ഒരുപാട് അറിവ് നേടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ജീവിതം കൊണ്ട് നിങ്ങൾ പഠിച്ച പാഠങ്ങൾ നിങ്ങളിപ്പോൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ളൊരു സമയമാണ്. യു ഹാവ് ദിസ് എബിലിറ്റി ടു സക്സീഡ്. ഒരു റിവാർഡ് ലഭിക്കാനും, അല്ലെങ്കിൽ ഒരു ഫെയിം ലഭിക്കാനും, റെക്കഗ്നീഷൻ വരെ നേടിയെടുക്കാനും നിങ്ങളുടേതായിട്ടുള്ളൊരു സിഗ്നേച്ചർ ഈ ലോകത്തിൽ കൊടുത്തിട്ട് പോകേണ്ട ആൾക്കാരാണ് നിങ്ങൾ.